അമേരിക്കയിലെ പേരുകേട്ട സംവിധായകൻ ടെറൻസ് മാലിക്കിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ഒരവസരം തേടിക്കൊണ്ടാണ് ജിം കോവീസൽ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. തൻ്റെ അഭിനയ ജീവിതത്തിലെ മോശപ്പെട്ട സമയത്തിലൂടെ കടന്നു പോകുന്ന തനിക്ക് അടുത്ത നിമിഷങ്ങൾ വളരെ നിർണായകമാണെന്ന് കോവീസലിന് അറിയാമായിരുന്നു. അമ്മൂമ്മയുടെ കൊന്ത കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കോവീസൽ വണ്ടി ഓടിച്ചിരുന്നത്. സമയം വൈകി, എന്നാലും അവസാനത്തെ രഹസ്യം കഴിഞ്ഞ് പരിശുദ്ധ രാജ്ഞി ജപവും ചൊല്ലി തീർത്തതിന് ശേഷമാണ് കോവീസൽ കാറിൽ നിന്ന് ഇറങ്ങിയത്. കൊന്ത കാറിൽ തന്നെ വയ്ക്കാമെന്ന് കരുതിയെങ്കിലും അടുത്ത നിമിഷം അത് തൻ്റെ ഹൃദയത്തോടൊപ്പം ചേർന്നിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ച് കോട്ടിൻ്റെ ഉൾപോക്കറ്റിൽ ഭദ്രമായി വെച്ചു. കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്ന് കോവീസലിനെ എതിരേറ്റു. വേലക്കാരി എന്ന് തോന്നുന്ന അവളുടെ കഴുത്തിലെ കാശുരൂപം കണ്ടപ്പോൾ വിവരിക്കാനാവാത്ത ഏതോ ഉൾപ്രേരണയാൽ കോട്ടിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന കൊന്തയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അത്ഭുതം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ് അവൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇതെനിക്ക് തരുന്നു? ഈ കാശുരൂപം തന്ന സ്ത്രീ അവൾക്ക് മദർ തെരേസയിൽ നിന്ന് കിട്ടിയ ഒരു കൊന്തയും എനിക്ക് തന്നിരുന്നു. അതെങ്ങനെയോ എവിടെയോ കളഞ്ഞുപോയി. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ, മറ്റൊരു ജപമാല എനിക്കായി കൊണ്ടുവന്ന് തരണമേ എന്ന്. കണ്ണുനീരോടെ അവൾ ഇത് പറഞ്ഞുകൊണ്ട് ആ ജപമാല കോവീസിൽ നിന്ന് വാങ്ങുമ്പോൾ കോവീസൽ സ്തബ്ധനായി നിന്നുപോയി. അപ്പോഴേക്കും ടെറൻസ് മാലിക്ക് അവിടേക്ക് കടന്നു വന്നു. ടെറൻസ് മാലിക്ക് ആ സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് അവൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് കോവീസൽ തിരിച്ചറിയുന്നത്. അവിടെ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് കോവീസൽ പറഞ്ഞു, ആ ചിത്രത്തിലെ വേഷം എനിക്ക് കിട്ടുമായിരിക്കും, പക്ഷേ അമ്മൂമ്മയുടെ ആ ജപമാല നഷ്ടമായി. ആ ജപമാലയും പരിശുദ്ധ മാതാവും കോവീസലിന് അത്ഭുതം സമ്മാനിച്ചു. കോവീസലിൻ്റെ അഭിനയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വേഷം കോവീസലിന് ടെറൻസ് മാലിക്കിൻ്റെ ചിത്രത്തിൽ ലഭിച്ചു. തൻ്റെ അഭിനയ ജീവിതത്തെ തിരിച്ചു പിടിക്കാനായി എന്ന സമാധാനത്തോടിരിക്കുമ്പോഴാണ് ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ഫോൺ കോൾ വരുന്നത്. വിളിച്ചിരിക്കുന്നത് മെൽ ഗിബ്സനാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന തൻ്റെ ചിത്രത്തിൽ യേശുവായി അഭിനയിക്കുവാനുള്ള ക്ഷണമാണ്. കോവീസലിന് അല്പം പോലും പരിചയം മെൽ ഗിബ്സന് ഇല്ല. പേരിൽ ജേസി എന്നുള്ള 33 വയസ്സ് പ്രായമുള്ള ഒരാളെ വേണം. അതായിരുന്നു മെൽ ഗിബ്സന്റെ ആവശ്യം. അത് തന്നിൽ ഒത്തുവന്നത് യാദൃച്ഛികമല്ല, പരിശുദ്ധ മറിയത്തിൻ്റെ അത്ഭുതം തന്നെയാണെന്ന് കോവീസൽ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ്. പരിശുദ്ധ മറിയത്തോടൊത്ത് നമുക്കും ജീവിക്കാം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നിരന്തരം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.